എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരനാണ്. നമ്മുടെ CPR വീഡിയോയ്ക്ക് വലിയൊരു റെസ്പോൺസാണ് കിട്ടിയത്. ധാരാളം പേരത് കണ്ടു, ഷെയർ ചെയ്തു. വളരെയധികം നന്ദി. കാരണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. പക്ഷേ അതിൽ വന്ന കുറച്ച് സംശയങ്ങൾ, പ്രത്യേകിച്ചിട്ട് മൗത്ത് ടു മൗത്ത് റെസ്ക്യൂ ബ്രെത്ത്, നമ്മൾ 30 കംപ്രഷൻ, കാർഡിയാക് കംപ്രഷൻ കൊടുത്തതിന് ശേഷം 2 റെസ്ക്യൂ ബ്രെത്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് പേര് ഉണ്ട് റിസസിറ്റേഷൻ CPR ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ കുറേ കൺഫ്യൂഷൻസ്, കുറേ സംശയങ്ങൾ ആളുകൾ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ സംശയ നിവാരണം ചെയ്തതിന് ശേഷം ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു ഡെമോ വീഡിയോ ആണ് എങ്ങനെയാണ് റെസ്ക്യൂ ബ്രെത്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, നമ്മൾ ഇൻഹെയിൽ ചെയ്യാനോ എക്സെയിൽ ചെയ്യാനോ വേണ്ടത് എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ ശ്വാസം ആ രോഗിക്ക് കൊടുക്കുകയാണ്, ശ്വസിക്കാത്ത അല്ലെങ്കിൽ ഗ്യാസ്പ് ചെയ്യുന്ന ഒരു രോഗിക്ക് നമ്മൾ ശ്വാസം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് രോഗിയിലേക്ക് നമ്മൾ എക്സെയിലാണ്, അതായത് വായ കൊണ്ടാണ്, മൂക്കല്ല, രോഗിയുടെ കിടക്കുന്ന, അതായത് CPR കൊടുക്കുന്ന ആളുടെ മൂക്ക് പൊത്തിപ്പിടിച്ച് നമ്മുടെ വായിൽ നിന്ന് അങ്ങോട്ട് ശ്വാസം കൊടുക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ എക്സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ കുറേ പേരുടെ സംശയം, ഈ എക്സെയിൽ ചെയ്യുന്ന എയറിൽ കംപ്ലീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ എന്നുള്ളതാണ്. നോക്കൂ, നമ്മൾ ഏത് എയർ ആണെന്നുണ്ടെങ്കിലും 21% ഓക്സിജൻ ഉണ്ട്. നമ്മൾ മൂക്ക് കൂടെ ശ്വസിച്ച് എക്സെയിൽ ചെയ്യുന്നതിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ളത്. പക്ഷെ നമ്മൾ ഇത്തരത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ബ്രെത്തിൽ 21% ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അത് ധാരാളമാണ്. അത് നമുക്കൊരു ജീവശ്വാസത്തിന് 21% ഓക്സിജൻ ധാരാളമാണ്. പിന്നെ ഇത് കൊടുക്കേണ്ട നിർബന്ധമുണ്ടോ? കുറേ ആളുകൾ ചോദിച്ചു, എന്താണ് ഇതിൽ സേഫ്റ്റി? നമുക്ക് ഈ കിടക്കുന്ന ആളുടെ സ്റ്റാറ്റസ് അറിയില്ലല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലോ, അപ്പം നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ? നിശ്ചയമായിട്ടും നമ്മുടെ സേഫ്റ്റി നോക്കണം. അപ്പം നിങ്ങൾ ഈ ബ്രെത്ത് കൊടുക്കുക എന്നുള്ളത് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ല. നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ കാർഡിയക് കംപ്രഷൻ മാത്രം കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ കാർഡിയക് കംപ്രഷൻ ആണ് അഡൾട്ട് CPRന്റെ ഏറ്റവും ആ ഒരു ആണിക്കല്ല്. അപ്പോൾ അതുകൊണ്ട് അഡൾട്ട് CPRൽ നിങ്ങൾക്ക് ബ്രെത്ത് കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രെത്ത് കൊടുക്കേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് കാർഡിയക് കംപ്രഷൻ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ബ്രെത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ UAE പോലെ, ഞാൻ വർക്ക് ചെയ്ത UAE പോലെയുള്ള രാജ്യങ്ങളിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ഇല്ല, അതായത് CPRൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ഇല്ല. ഓക്കെ, അപ്പോൾ അവർ CPRൽ നമ്മൾ കാർഡിയക് കംപ്രഷൻ മാത്രമാണ് അഡൾട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡിയക് കംപ്രഷൻ മാത്രം കണ്ടിന്യൂ ചെയ്യുക. മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇനി അതെങ്ങനെ കൊടുക്കണമെന്ന് അറിയുന്നവർക്ക് ഇത് കഴിഞ്ഞിട്ട്, ഇത് ജസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെമോ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു കൺഫ്യൂഷൻ, എങ്ങനെയാണ് റെസ്ക്യൂ ബ്രെത്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ CPR എങ്ങനെയാണോ എല്ലാവരിലേക്കും എത്തിച്ചത്, അതുപോലെ തന്നെ ഈ റെസ്ക്യൂ ബ്രെത്തിൻ്റെ ഈ ഒരു വീഡിയോ കൂടി എല്ലാവരിലേക്കും എത്തിക്കും കേട്ടോ. ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ ഡെമോ വീഡിയോ. CPR കൊടുക്കുന്ന വ്യക്തിയുടെ മൂക്ക് ഇത്തരത്തിൽ അടച്ചു പിടിക്കുക, വായ തുറക്കുക, ചിന്ന് ലിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ആ ശ്വാസം അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഇത്തരത്തിൽ കൊടുക്കുക. ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് നോക്കണം. അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ശ്വാസം കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുക. ഇങ്ങനെ 2 ബ്രെത്ത് കൊടുക്കുക. ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബൈ.